പ്രൈസ് ദ ലോർഡ് ഓൾ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വലിയ ചുഴലിക്കാറ്റിനും അപ്പുറത്തുള്ള ഒരു വിശ്വാസം. മാർക്കോസ് 4:35 പറയുന്നത്, അന്നേ ദിവസം സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇവിടെ യേശു പറഞ്ഞത് ഒരു വാഗ്ദത്തമായിരുന്നു. വഴിയിൽ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി, തിരമാലകൾ അടിച്ചു, ശിഷ്യന്മാർ പേടിച്ചു. കാറ്റ് ശക്തമായി അടിക്കുകയും പടകിൽ വെള്ളം കയറുകയും ചെയ്തു. പക്ഷേ യേശു ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു പടകിൽ പോകുന്ന ഒരു യാത്ര പോലെയാണ് നമ്മുടെ ജീവിതവും. പക്ഷേ ദൈവം നമുക്കൊരു മറുകര വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ യാത്രയിൽ കൊടുങ്കാറ്റടിക്കും, തിരമാലകൾ ആഞ്ഞടിക്കും, നമ്മുടെ പടകിനെ, നമ്മുടെ യാത്രയെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയെ നശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ കാറ്റുകളും ഈ കൊടുങ്കാറ്റുകളും ഈ തിരകളും എല്ലാം ഇളകിയാലും പക്ഷെ നമ്മുടെ പടകിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം, രോഗമാവാം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളാകാം, മാനസികമായിട്ടുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സംശയമായിരിക്കാം, ആശങ്കയായിരിക്കാം. ഇങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു ലക്ഷ്യത്തിലെത്തുവാനോ അല്ലെങ്കിൽ ഒരു മറുകര എത്തുവാനോ സമ്മതിക്കാതെ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ സമയത്തെല്ലാം നാം ഓരോരുത്തരും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതമാകുന്ന പടകിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മുടെ ദൈവമുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ പടകിന് ഒന്നും പറ്റത്തില്ല. നമ്മുടെ പടകിൽ ദൈവമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ പടക് നശിച്ചു പോകുവാനോ, എത്ര വലിയ കാറ്റായാലും എത്ര വലിയ തിരമാലകളായാലും കൊടുങ്കാറ്റായാലും നമ്മുടെ പടകിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇവിടെ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ആ ഒറ്റൊരു വാക്ക് ആണ്, അധികാരത്തോടുള്ള ഒരു വാക്കാണ് ആ കടലിനെ ശാന്തമാക്കിയത്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ദൈവത്തിൻ്റെ ഒരു വാക്ക്, ഒരു ശാസന, അല്ലെങ്കിൽ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മതി നമ്മുടെ ജീവിതത്തെ മാറ്റുവാനും നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാം മാറ്റിമറിക്കാനും. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി മതി നമ്മുടെ ജീവിതം മൊത്തവും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. ആ വിശ്വാസമാണ് ശിഷ്യന്മാർക്ക് ദൈവം അവിടെ കാണിച്ചു കൊടുത്തത്. ഇവിടെ പറഞ്ഞത് അനങ്ങാതിരിക്കാനാണ്. കടലിനോട് ദൈവം ശാസിച്ചതാണ്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ ആ ഒറ്റൊരു വാക്ക്. എന്ത് അധികാരത്തോടെയാണ് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ചുഴലിക്കാറ്റാണെങ്കിലും ദൈവത്തിൻ്റെ ആ ഒറ്റൊരു വാക്കിൽ, അധികാരത്തോടുള്ള വാക്കിൽ അത് അടങ്ങിയിരുന്നു, അനങ്ങാതിരുന്നു. അപ്പം എന്ത് തന്നെ ഒരു അത്ഭുതമാണ് ദൈവം അവിടെ ശിഷ്യന്മാർക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചത്. ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് അടിച്ചപ്പോഴും ആ വലിയവനായ നമ്മുടെ യേശു നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, ആ ചുഴലിക്കാറ്റിൽ ദൈവം നമ്മുടെ നടുവിലുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ പേടിച്ചപ്പോഴും ഒരു വലിയവനായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അവിടെ ശിഷ്യന്മാർക്ക് ദൈവം കാണിച്ചു കൊടുത്തത്. ഒരു വലിയ ചുഴലിക്കാറ്റിലും വലിയവനാണ് നമ്മുടെ ദൈവം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. നാം പേടിക്കുമ്പോഴും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അത്രത്തോളം നമ്മളെ ദൈവം കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളൊന്ന് പേടിച്ച് പോകുമ്പോഴും ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ അത്രത്തോളം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു വലിയ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ ജീവിതത്തിൽ നമുക്ക് വരത്തില്ലെന്നല്ല, വന്നാലും അതിൻ്റെ നടുവിൽ ദൈവമുണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് നമ്മളെ
നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് വരും, പ്രതികൂലം വരും, പ്രതിസന്ധികൾ വരും, കഷ്ടങ്ങൾ വരും, രോഗങ്ങൾ വരും. എല്ലാം വന്നാലും അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുവാനും നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്തു തരുവാനും വിശ്വസ്തയോടെ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. നമ്മുടെ ഈ യാത്രയിൽ ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുകളെല്ലാം വരാം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും മുക്കിക്കളയുവാനോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയുവാനല്ല. നമ്മളെ ഇരട്ടി നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഓരോന്ന് വരുമ്പോൾ നമ്മൾക്ക് വിശ്വാസം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നെങ്കിൽ ദൈവം നമുക്ക് അവിടെ ഒരു അത്ഭുതം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതെന്തിനാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതെന്നറിയോ? നമുക്കൊരു നെസ്റ്റ്, ഒരു അക്കരയുണ്ട്. അതാ അവിടെ പറയുന്നത്, ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാം. അതൊരു വാഗ്ദത്ത ദേശമാണ്. ആ അക്കര, ആ മറുകര ചെല്ലാൻ വേണ്ടിയിട്ട് ഈ പടകിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദൈവം ഒരു അക്കര എത്തിക്കും. ആ അക്കരയ്ക്ക് പോകുവാനുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് വന്നാലും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്, അക്കരയ്ക്ക് പോകാം. അതാണ് ഇവിടെ ദൈവം പറയുന്ന ഈ ബൈബിൾ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഓരോരുത്തർക്കും ഓരോ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴികളിൽ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഈ പടകിലുള്ള ഈ കടലിൽ കൂടെയുള്ള യാത്ര ഇതുപോലുള്ള പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ എങ്കിലും നമ്മൾ ധൈര്യത്തോടെ മുൻപിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ മറുകര എത്തുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബൈബിൾ വാക്യം നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ്.